പ്രവർത്തനം എന്നുള്ള രീതിയിൽ കുറച്ചു പേരൊക്കെ പോയി സംസാരിച്ചപ്പം പുള്ളിക്ക് എന്നോടൊരു വ്യക്തിപരമായിട്ട് പുള്ളിക്ക് എന്നോട് മാത്രം ഒരുത്തുണ്ട്. ഇപ്പൊ ശരിക്കും ലഹരി മാഫിയക്കെതിരെ താങ്കൾ പ്രതികരിച്ചു തെറ്റേ ചെയ്തിട്ടുള്ളൂ. സംസാരിച്ചിട്ടുണ്ടായ 2 പെൺമക്കൾ പഠിക്കുന്ന സ്കൂളിലോട്ട് വിളിച്ച് പറഞ്ഞു എന്റെ പിള്ളേരെ ഇതേപോലെ മാനസികവും ശരീരമായിട്ട് പിടിക്കുകയാണ്. അയാൾ രണ്ടാം അച്ഛനാണ്, അയാൾ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞു. പുള്ളിക്കാരൻ ഒളിവിലാണ്. ഇപ്പോൾ ഒളിവിലാണ്. സ്റ്റേഷനിൽ നിന്ന് CI സാർ പറഞ്ഞു ഒരുപാട് കേസുകളുണ്ട് പുള്ളിക്ക്, പോക്സോ കേസാ കൂടുതലും. ഇവിടെ ജീവിക്കാൻ പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. കാരണം ഇതിന് മുന്നേ വരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല പേടിയുണ്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാപുരം കാട്ടുകുളത്താണ്. CPI പ്രവർത്തകന്റെ വീട് കത്തിക്കാൻ ശ്രമം നടന്നു പരാതി. നമസ്കാരം ജയമാറല്ലേ? എന്താണ് ജയമാർ വീട്ടുകാരുണ്ടായത്? അതായത് എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പത്തനംതിട്ട റാന്നിയിലുള്ള ഒരാള് ജയ്മോൻ എന്ന പുള്ളി പോക്സോ കേസിലെ പ്രതിയാണ്. പുള്ളി ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ളൊരു കുഞ്ഞിനെ കല്യാണം കഴിച്ചു. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് 2 പിള്ളേരെ ഉള്ളതാണ്. അല്ല, കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. ഇതാണ് ഏതോ വക്കീലിനെ വിട്ടിട്ടുള്ള ഒരു കല്യാണമാണ്, അല്ല രജിസ്റ്റർ മാരേജ് ആയിട്ടല്ല, അങ്ങനെ ഇല്ലെന്നാ പറഞ്ഞേ. അപ്പൊ ആ പുള്ളി ലഹരിയുടെ ആളാണ്. ഇവിടെ പോക്സോ കേസിലെ പ്രതിയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിന്റെ അടുത്ത് താമസിച്ചിട്ട് പുള്ളി ഇവിടെ അയാളുടെ കൂടെ ജയിലുണ്ടായിരുന്ന പുള്ളിക്കാരനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്, ഇവിടെ 2 പിള്ളേരെ വിളിച്ചിട്ടുണ്ടെന്ന് ലഹരി ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ നമ്മൾ CPIയുടെ ഞാൻ അനുഭാവിയ പാർട്ടി പ്രവർത്തനമാണ് ഇവിടുത്തെ അടക്കമുള്ള ബ്രാഞ്ചിന്റെ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് സതീഷ് ബാബു സഖാവ് എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ പോയി സംസാരിക്കുക, ഇത് പാടില്ല, ഇവിടെ പിള്ളേരൊക്കെ ഉള്ള സ്ഥലമാണ്, ഒരുപാട് പിള്ളേരൊക്കെ ഉള്ള. അപ്പൊ അയാൾ ഞങ്ങൾ പറഞ്ഞു ജനകീയ പ്രതിരോധ റാലിയൊക്കെ നടത്തിയിട്ട് അതിന്റെ ഫലമായിട്ട് പുള്ളി കുറച്ച് ദിവസമൊക്കെ അത് നിർത്തിവെച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ പാർട്ടി ബേസിൽ അല്ല ഇവിടുത്തെ പൊതു പ്രവർത്തനം എന്നുള്ള രീതിയിൽ കുറച്ചു പേരൊക്കെ പോയി സംസാരിച്ചപ്പം പുള്ളിക്ക് എന്നോടൊരു വ്യക്തിപരമായിട്ട് പുള്ളിക്ക് എന്നോട് മാത്രം ഒരുത്തുണ്ടായി. ഞാൻ ഇത് മുന്നിട്ടിറങ്ങി സംസാരിച്ചതിന്റെ പേരിൽ ഈ പുള്ളി ഇവിടെ വന്നിട്ട് ശരിക്കും ലഹരി മാഫിയക്കെതിരെ താങ്കൾ പ്രതികരിച്ചു തെറ്റേ ചെയ്തിട്ടുള്ളൂ. സംസാരിച്ചു അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ അമ്മ വെമ്പായം സ്വദേശിയ ആ പുള്ളിക്ക് അവിടെ നിന്നുകൊണ്ട് ഈ പിള്ളേരുടെ സ്കൂളിൽ വിളിച്ച് പറഞ്ഞു. സ്കൂളിൽ ആ കൊച്ചിന്റെ കല്യാണം കഴിച്ച ആ പുള്ളിയുടെ നേരത്തെ ഭർത്താവിനുണ്ടായ 2 പെൺമക്കൾ പഠിക്കുന്ന സ്കൂളിലോട്ട് വിളിച്ച് പറഞ്ഞു എന്റെ പിള്ളേരെ ഇതേപോലെ മാനസികവും ശരീരമായിട്ട് പിടിക്കുകയാണ്. അയാൾ രണ്ടാം അച്ഛനാണ്, അയാൾ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞു. ചൈൽഡ് ലൈനിൽ നിന്ന് ഈ പിള്ളേർ പഠിക്കുന്ന ബാലരാ സ്കൂളിലോട്ട് അവർ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. 3 മാസം പോക്സോ കേസിന്റെ പേരിൽ തടവിലിട്ടിരുന്നു. പുള്ളി ഇപ്പോൾ റിലീസായി. ഇപ്പൊ നിങ്ങളുടെ വീട് കത്തിക്കുമെന്ന് ഈ ജയമോൻ പറയാനുള്ള കാരണം നിങ്ങൾ ഈ പ്രതിരോധ അതെ ഇതിന്റെ പേരിൽ അയാൾ ഞാനും അയാളുടെ പേഴ്സണൽ ബന്ധമൊന്നുമില്ല. ശരിക്കും എന്നാണ് ഉണ്ടായത് ഇത്? ഇപ്പോ 17-ാം തീയതി ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കരുനാപ്പള്ളിയിലാണ് ജോലി. ഇപ്പൊ വൈഫും പിള്ളേരും മാത്രമേ ഇവിടെ ഉള്ളൂ. 17-ാം തീയതിയാണ് രാത്രിയാണ് നമ്മൾ അടുത്തുള്ള ഒരു പയ്യനെ ഉപയോഗിച്ച 1 ലക്ഷം രൂപ അയാൾക്ക് ഓഫർ ചെയ്തു. 5000 രൂപ ടോക്കൺ അഡ്വാൻസ് അവിടെ ഒരു കൊച്ചു പയ്യനായിരുന്നു. നമ്മൾ എന്റെ അടുത്തുള്ള പ്രശാന്ത് ആ പയ്യനെ ഉപയോഗിച്ചിട്ട് 5 ലിറ്റർ പെട്രോൾ മേടിച്ചു കൊടുത്തു. ഈ കാണുന്ന വീട് കത്തിക്കാൻ. അത് ഈ കാണുന്ന എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് എന്റെ അടുത്തുള്ള സുഹൃത്തുക്കളെല്ലാം കണ്ടതിന്റെ പേരിൽ ആ പയ്യനെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ട് ആ പുള്ളി അറസ്റ്റ് ചെയ്തു. മണിക്കൂറിൽ നിന്ന് പയ്യനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് ആരാടാ നിന്നെ പ്രേരിപ്പിച്ചെന്ന് ചോദിച്ചപ്പം ജയ്മോൻ എന്നാണ് പുള്ളിയാണെന്ന് പറഞ്ഞു. ജയ്മോന്റെ വീട്ടിൽ കൊണ്ടുപോയി പുള്ളിയുടെ ഭാര്യ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒളിവിലാണ്. ഇപ്പോൾ ഒളിവിലാണ്. ഇവിടെ സ്ഥലത്തില്ല. ഇവിടെ നമ്മുടെ പ്രാദേശിക സ്ഥലത്ത് തന്നെ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. 2-3 ദിവസത്തിന് മുമ്പ് അവനെ കണ്ടതായിട്ട് ബാലാപുരം പോലീസ് FIR രജിസ്റ്റർ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അവര് നല്ല സമീപനമാണ്. അവര് CI സാറൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടുകൊണ്ട് പോയി. എന്നും ഇവിടെ വരാറുണ്ട്. ഇന്ന് ഞങ്ങളെ വിളിച്ചു. അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയാൾ അറിയിച്ചാൽ, നമ്മുടെ CI സാറിനെ അറിയിച്ചാൽ ഒന്ന് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളിക്കാരെതിരെ ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. ഞങ്ങൾക്കറിയില്ല. സ്റ്റേഷനിൽ നിന്ന് CI സാർ പറഞ്ഞു ഒരുപാട് കേസുകളുണ്ട് പുള്ളിക്ക്, പോക്സോ കേസാണ് കൂടുതലും. അതിന്റെ ഇതിൽ പോകുന്നു. ഞങ്ങൾക്ക് ഇത് വേറെ ഞാനിവിടെ ഈ സ്വദേശിയാണ്. ഞാൻ ഒരു ഷെഡ്യൂൾ കാസ്റ്റ്പ്പെട്ട ആളാണ്. എനിക്ക് ഒരു വർഷത്തിന് മുന്നേ ഈ വിഷയം ബന്ധപ്പെട്ട് അവരൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ബാലരാപുരം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സിഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്ത വനിതാ കമ്മീഷനും ശിശുക്ഷേമ വകുപ്പിലും മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഒക്കെ നമ്മൾ പരാതി നാളെ അതിന്റെ രീതിയിട്ട് പോവുകയാണ്. ജയമാന്റെ ആവശ്യം എന്താണ്? ആവശ്യമല്ല, ഞാൻ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അങ്ങനെ കണക്കാക്കാൻ പാടില്ല. ഇത് ഈ പുള്ളി ഒരു ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അല്ല, ഞാൻ പാർട്ടിക്കാരനാണ്, CPIയുടെ പാർട്ടിക്കാരനാണ്. പാർട്ടിയാ എനിക്ക് ഇവിടെ പട്ടയൊക്കെ മേടിച്ചത്. ജയകുമാറിന്റെ ഭാര്യ സൗമ്യ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തില് ഇപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. കാരണം ഇതിന് മുന്നേ വരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല പേടിയുണ്ട്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനൊരു സംഭവം. അന്ന് ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ അന്ന് ആപത്തായിരുന്നേനെ. അപ്പോൾ നല്ലവരായ നാട്ടുകാർ കണ്ടതുകൊണ്ടും ആണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല പേടിയുണ്ട്. ഇനിയും ഇതുപോലെ
ഇനി വേറൊരാളെ വെച്ച് വേണമെങ്കിലും അവർക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് എത്രയും 1 ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്തെന്നാണ് പറയുന്നത് അല്ലേ? അതെ, കൊട്ടേഷൻ കൊടുത്ത് 5000 രൂപ അഡ്വാൻസ് വാങ്ങിയെന്നുമാണ് പറയുന്നത്. അപ്പം അതിന്റെ സത്യാവസ്ഥ ഇപ്പം പോലീസ് അന്വേഷിച്ച് നമുക്കൊരു നീതി കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 6 ജില്ലകളിൽ പോക്സോ കേസിലെ പ്രതിയാണ് ജയമോഹൻ. 1 ലക്ഷം രൂപ കൊട്ടേഷൻ നൽകി മണിക്കുട്ടൻ എന്ന ഒരു ഗുണ്ടേനെ വിലക്കെടുത്ത്, അതും ഒരു കൊച്ചുപയ്യനാണ്, പ്രശാന്ത് വിളിപ്പേരുള്ള മണിക്കുട്ടനെ വിലക്കെടുത്ത് ഈ കാണുന്ന വീടാണ് കത്തിക്കാൻ ശ്രമിച്ചത്. ഒരു നെല്ലട തെറ്റിയിരുന്നെങ്കിൽ ഈ വീട് അത് കത്തി അമർന്നേനെ. വീട് കത്തിക്കാൻ വന്ന മണിക്കുട്ടൻ വിളിപ്പേരുള്ള പ്രശാന്തിനെ കണ്ട ഏക ദൃക്സാക്ഷിയാണ്. എന്താണ് പേര്? എൻ്റെ പേര് പ്രബലകുമാർ. എന്നാ നിങ്ങൾ കണ്ടത്? രാത്രി അവൻ ആദ്യം ഇവിടെ വന്ന് ഇങ്ങനെ വെല്ലുവിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞടാ നീ പോ, എനിക്കറിയാവുന്ന ചെറുക്കല്ലേ, അതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അവൻ പോയില്ല. അല്പം കഴിഞ്ഞപ്പം എല്ലാവരും കൂട്ടറെ വിളിച്ച് പറഞ്ഞിടെ ഒരു പയ്യൻ പെട്രോളും കൊണ്ട് കുളത്തിൻ്റെ വന്നു എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ശരിയാണ്, പെട്രോൾ കുളത്തിനകത്ത് ഇരിപ്പുണ്ട്, ബാഗ് ഇരിപ്പുണ്ട്. പെട്രോൾ എടുത്തതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ മൊബൈൽ നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഫോട്ടോ? എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് എടുത്ത് പെട്രോൾ വേറൊരു വന്ന ഞാൻ ഇത് കുളത്ത് മേടിക്കാൻ പറയും, വെള്ളം കുളത്ത് മേടിക്കേണ്ട ആൾക്കാർ ഉപയോഗിക്കുന്നത് വേറൊരു വണ്ടി മേടിച്ച് കൊടുത്തു. പിന്നെ സംസാരങ്ങളായി അങ്ങോട്ട് വിഷയങ്ങളായി ചെറിയ ഇത് വാക്കുതർക്കങ്ങളായി പോലീസ് വന്നു. ഇവർ തമ്മിൽ മുന്നിൽ വൈരാഗ്യങ്ങളോ പ്രലോഭങ്ങളോ ഒന്നുമില്ല. ഇവർ തമ്മിൽ ഒരു വൈരാഗ്യമില്ല. പക്ഷെ ഈ ജോമോൻ എന്ന് പറയുന്നൊരു പയ്യൻ ഇവിടെ താമസത്തിനായ ശേഷം എന്തോ ചെറിയ വാശിയും വരെയുണ്ട് അവനുണ്ട്. ഇവിടെ ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചാണ് ശരിക്കും പറഞ്ഞ കാരണം. തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ വന്ന് വേറെ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലെ ആ വീട്ടിൽ നിരവധി കേസിലെ പോസ്കോ കേസിലെ പ്രതിയും കൂടിയാണ്. ഒരുപാട് കേസ് പ്രതിയാണ്. 1-2 അല്ല, കൂടുതലാണ്. കൂടുതലാണ്. ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട് 7-8 കേസുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറയുന്നുള്ള അറിയാവും. അല്ല, പോലീസിന്റെ എൻക്വയറിയിൽ പോലീസ് തെളിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും പോസ്കോ കേസ് ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയാലും കൂടെയാണ്. വീട് കത്തിക്കുമെന്ന് കൊലവിളി നടത്തിയ പ്രശാന്തിനെ ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ജയമോൻ എന്ന ഈ ഒരു കൊട്ടേഷൻ നൽകിയ വ്യക്തി ഈ നിമിഷം വരെ ബാലരാമപുരം പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തൊക്കെ തന്നെ അദ്ദേഹം കറങ്ങി നടക്കുന്നുണ്ട്. എന്ത് വേണോ സംഭവിക്കാം, പരിഭ്രാന്തിയിലാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്, ബാലരാമപുരം.